2014 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബാർ ഉടമകളിൽ നിന്ന് അസോസിയേഷൻ 1,39 ലക്ഷം രൂപ പിരിച്ചത് മാണിക്ക് കോഴ നൽകാനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ. പിരിച്ചെടുത്തതിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് മാത്രമാണ് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരു കേസും നിലവിലില്ലാതിരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ പിരിച്ചതിന്റെ ഒരു രേഖയും അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി സൂക്ഷിക്കുകയോ പണം പിരിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് നേതാക്കൾ കൃത്യമായി മറുപടി നൽകുകയോ ചെയ്തിട്ടില്ല. ലീഗൽ ഫണ്ടാണെന്ന് ബാർ ഉടമകളുടെ ചില നേതാക്കൾ മൊഴി നൽകിയെങ്കിലും വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ് വക്കീൽ ഫീസായി ഈ സമയത്ത് നൽകിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് എന്നീ 5 ജില്ലകളിൽ നിന്ന് കോഴ ഇടപാട് നടന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 1,04,75,000 രൂപയാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ പിരിച്ചെടുത്തത്. ഇതിൽ 1 രൂപയുടെ പോലും കണക്ക് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ സൂക്ഷിച്ചിട്ടില്ല. ഈ ജില്ലകളിൽ നിന്നുള്ള ബാർ ഉടമകൾ വിജിലൻസിന് നൽകിയ മൊഴിയിലാണ് പണം പിരിച്ചുവെന്ന കാര്യം വ്യക്തമാക്കുന്നത്. തൃശൂർ, കോട്ടയം ജില്ലാ കമ്മിറ്റികൾ നൽകിയ 25 ലക്ഷം രൂപയുടെയും ബിജു രമേശ് നൽകിയ 10 ലക്ഷം രൂപയുടെയും കണക്ക് മാത്രമാണ് അസോസിയേഷൻ സൂക്ഷിച്ചിട്ടുള്ളത്. ബാറിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലവിലില്ലാതിരുന്ന സമയത്ത് ഇത്രയധികം തുക പിരിച്ചത് എന്തിനാണെന്ന് അസോസിയേഷന്റെ ഒരു നേതാവും കൃത്യമായ മറുപടി വിജിലൻസിന് നൽകിയിട്ടില്ല. പണം പിരിച്ചത് മറ്റൊന്നിനുമല്ല, ധനമന്ത്രി KM മാണിക്ക് കോഴ നൽകാൻ വേണ്ടിയാണെന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. കാരണം ലൈസൻസുമായി ബന്ധപ്പെട്ട് മാണിയെ ബാർ ഉടമകൾ കാണുന്നതിന് മുൻപാണ് കൂടുതൽ പണവും പിരിച്ചെടുത്തിരിക്കുന്നത്. പിരിച്ചെടുത്ത പണം എവിടെ പോയെന്ന് അസോസിയേഷന്റെ നേതാക്കളും വ്യക്തമാക്കുന്നില്ല. ലീഗൽ ഫണ്ടാണെന്ന് അസോസിയേഷന്റെ ചില നേതാക്കൾ പറഞ്ഞെങ്കിലും ഇത്തരത്തിൽ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചത് 2014 ഓഗസ്റ്റ് 29 ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഓഗസ്റ്റിന് ശേഷം ലീഗൽ ഫണ്ടിലേക്ക് പണം പിരിച്ചതിന്റെ എല്ലാ രേഖയും അസോസിയേഷന്റെ പക്കലുണ്ട്. 2014 മാർച്ച് 22-നും ഓഗസ്റ്റ് 28-നും ഇടയിൽ വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ് വക്കീൽ ഫീസായി അസോസിയേഷൻ നൽകിയിട്ടുള്ളതെന്നും SP സുകേശൻ കണ്ടെത്തി. പിരിച്ച പണം എവിടെ പോയെന്ന് ഭാരവാഹികളോട് പണം കൊടുത്തവർ ചോദിച്ചെങ്കിലും അതിനുള്ള മറുപടി അവർ ഇതുവരെയും നൽകിയിട്ടില്ല. മദ്യനയത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ അന്തിമ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ കണക്കുകൾ പുറത്തുവരുമെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുൽ ആബ്ദീൻ, റിപ്പോർട്ടർ.